നമ്മുടെ ചിന്തയെ തിരിക്കുക. आज वही वक्त एक वचन की ओर हम फिरे. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. रोमियों की पत्री 13वां अध्याय की 13वां पद. 11 11वां पद, 13वां अध्याय की 11वां पद. ഇത് ചെയ്യേണ്ടത് समय ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാകിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. समय को पहचान कर ऐसा ही करो, इसलिए कि अब तुम्हारे लिए नींद से जाग उठना की घड़ी आ पहुंची है, क्योंकि जिस समय हमने विश्वास किया था उस समय के विचार से अब हमारा उद्धार निकट है. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വേദഭാഗം. ये वचन सुपरिचित है. നമ്മൾ അനേകം പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്. बहुत सारे समय ये वचन हम मनन किया था. അല്പസമയം ഉണ്ടെങ്കിലും ഞാൻ വരും ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ ഈ വിഷയത്തെ തന്നെ ആസ്പദമാക്കി സംസാരിക്കാൻ ആഗ്രഹിക്കുക. आगे समय मिलेगा तो इसका आधार पर वचन की घोषणा मैं किया करने के लिए आग्रह रहता है. ഇവിടെ വന്നിരിക്കുന്ന ഒരു വാക്ക് ഉറക്കം എന്നുള്ളൊരു സബ്ജക്റ്റ്. यहाँ पर दिए हुए एक शब्द नींद उसके बारे में दिया है. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഈ ഉറക്കം. एक मनुष्य की और उपेक्षा, इसका मतलब और इनकार करने की शीश नहीं है नींद. കാരണം ദൈവം അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. कारण यहोवा परमेश्वर ने मनुष्य को सृजना किया, सृष्टि की ऐसे प्रकार है. ദൈവവചനം പറയുന്നത് പകല് അധ്വാനിക്കുക, രാത്രി വിശ്രമിക്കുക. बाइबल के इतिहास हमको ये चेतावनी देते हैं, दिन में प्रयत्न करो, रात को नींद में जाओ. കാരണം നമ്മുടെ ശരീരം പകൽ അധ്വാനിക്കുകയും രാത്രി അത് വിശ്രമത്തിന് വേണ്ടി വിട്ടുകൊടുക്കാനുള്ള സമയമാണ്. कारण यही है, दिन में प्रयत्न करना, रात को नींद में जाना, ये हमारा शरीर की अवस्था है. എന്നാൽ നമ്മൾ പലരെ സംബന്ധിച്ചിടത്തോളം അത് ഈ ലോകത്തിലെ സയൻസ് പറയുന്നത് പോലെയല്ല നമ്മൾ ചെയ്യുന്നത്. ये दुनिया के इतिहास के आधार पर हम नहीं करते हैं. കാരണം നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട ചില വിശ്രമ സമയങ്ങളുണ്ട്. हमारा शरीर को देता हुआ विश्राम के समय है. അപ്പോൾ ആ സമയം നമ്മുടെ ശരീരത്തിന് വിശ്രമം കൊടുക്കുമ്പോൾ മറ്റു സമയത്ത് അത് അധ്വാനിക്കുവാനുള്ള ബലം നമുക്ക് ലഭിക്കും. शरीर को विश्राम हम देते हैं, इसका अर्थ नींद देते हैं, और समय काम करने के लिए शरीर को तंदुरुस्ती देता है. അതുകൊണ്ടാണ് ഡോക്ടർ പറയുന്നത് ഒരു 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങണമെന്ന്. इसी कारण में डॉक्टरों ने कहते हैं 8 घंटा नींद में जाना. എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഉറക്കം ആവശ്യമാണ്. परमेश्वर की दास की और कई लोग कहते हैं नींद की जरूरत हमारे लिए आवश्यकता है. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ദൈവദാസനെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ഊണും ഉറക്കവും അതിനൊന്നും ചിലപ്പോൾ കൃത്യനിഷ്ഠ ഉണ്ടായിട്ടില്ല. एक परमेश्वर की दास के बारे में हम जांच लेगा तो आहार, खाना पीना और नींद निर्धारित समय पर मिलेगा नहीं. എന്റെ ജീവിതത്തിൽ അത് ഒരിക്കലും സംഭവിക്കാറില്ല. परमेश्वर की दास की जिंदगी में कभी भी संभव नहीं हुई है. കാരണം പ്രൈസ് ദി ലോർഡ്, കിട്ടുന്ന സമയത്ത് ഉറങ്ങുക, കിട്ടുന്ന സമയത്ത് ഭക്ഷിക്കുക എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു എന്റെ ജീവിതത്തിൽ. परमेश्वर की दास की स्थिति यही है, समय मिलता है खाता है, समय मिलता है नींद में जाते हैं. इसकी एक सीधा साधा समय मिलता नहीं है. പക്ഷെ പകല് എനിക്ക് ഉറങ്ങാൻ കഴിയത്തുമില്ല. दिन में लेटने के लिए जाते हैं, नींद नहीं आते हैं. മണിക്കൂറോളം കിടക്കണമെന്ന് വിചാരിച്ചാലും പക്ഷെ കിടന്നാലും ഉറക്കം വരുന്നില്ല.
घंटे भरकर ऐसा नींद के लिए बिछौने पर जाता है लेकिन नींद नहीं मिलेगा। ഞാനത് പരീക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനത് ശ്രമിക്കാറില്ല ഇപ്പൊ. और परीक्षा किया है और हार गया, इसी कारण में उसी के लिए जाएगा नहीं। രാത്രിയും ചുരുങ്ങിയ മണിക്കൂറുകളെ ഉറങ്ങാറുള്ളൂ. रात्रिकाल भी थोड़ा सा समय नींद में जाते हैं। അതുകൊണ്ട് പലപ്പോഴും ചില ബലഹീനതകൾ വരാറുണ്ട്, ഇല്ലെന്നല്ല. ऐसा होता है, इसी कारण में शरीर कभी कभी दुर्बलता में होता है। എന്നാൽ ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ട് ദൈവം വീണു പോകാതെ നടത്തും. परमेश्वर की दया अनुग्रह साथ भी साथ ही है, इसी कारण में गिरता नहीं है। ഞാൻ ചില സമയത്ത് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്റെ ശരീരത്തിന്റെ അവസ്ഥയെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. परमेश्वर की दास की शरीर की स्थिति को जानकारी है। അത് മറ്റൊരു വ്യക്തിയോട് അതെങ്ങനെ ഷെയർ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. औरों का साथ बांटने के लिए कैसा है पता नहीं है। അല്ലെങ്കിൽ ഡോക്ടറോട് പോലും അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അധികം ഡോക്ടറെ ആശ്രയിക്കാറില്ല. डॉक्टर के साथ जाते हैं तलाश करने के लिए, डॉक्टर को खुले रीति पर बताने के लिए भी मुझे को हो नहीं सकता है। ഈ വർഷം ഈ സ്കൂൾ അധ്യയനം ആരംഭിച്ചതിന് ശേഷം 2 പ്രാവശ്യം ഞാൻ ശാരീരികമായിട്ട് വളരെ ബലഹീനായി. ये स्कूल की और अध्ययन शुरू की, उसके बाद में इसका मालूम 3-4 महीने के अंदर 2 बार शरीर थक गया है। ആദ്യ പ്രാവശ്യം വളരെ ക്ഷീണിതനാണെങ്കിലും ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ ദൈവകൃപയാൽ ദൈവം നടത്തി. बीते दिनों में उनका शरीर थक गया है, लेकिन छुट्टी नहीं लिया है, आगे बढ़ते ही रहा। प्रभु की दया हम पर था। എന്നാൽ ഈ പ്രാവശ്യം 2-3 ദിവസം ലീവ് കിട്ടിയതുകൊണ്ട് അല്പം റെസ്റ്റ് എടുത്തു. ये दिनों में 2-3 दिन छुट्टी मिला, इसी कारण में वो ही ने और विश्राम में गया। പക്ഷെ ഡോക്ടറെ അടുത്ത് പോയില്ല. ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. डॉक्टर को मिलने के लिए तलाश करने के लिए गया नहीं, यीशु मसीह ने उनका सामर्थ्य के साथ हमें उत्साहित किया, शक्ति सामर्थ्य दिया। കാരണം ദൈവവചനം ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ചില വർഷങ്ങളായി ഡോക്ടറെ അടുത്ത് പോകാതെ ദൈവം എന്നെ രക്ഷിച്ചു. बीते दिन में गवाही देने का समय में यही बात कहा है, शरीर थक गया, दुर्बलता हो गया, बीमार हाल है, लेकिन 1-2 वर्ष से लेकर हॉस्पिटल को डॉक्टर को मिलने के लिए जाता नहीं है। എന്നാൽ അതിന്റെ ഫലമായി എനിക്ക് വീണ്ടും ഇപ്രാവശ്യം എന്നെ വല്ലാതെ അത് തളർത്തിക്കളഞ്ഞു. इसके कारण अभी 2-3 दिन के पहले शरीर एकदम थक गया है। അപ്പോ ഞാന് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല, ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തുമില്ല. परमेश्वर की दास ने प्रभु की ओर से प्रार्थना किया, प्रभु तू सिवा हमारा मसीह की अनुग्रह सिवा हमारे में कुछ है नहीं है, तू हमारा शरीर की मालिक है। അങ്ങനെ ദൈവം ആ സമയങ്ങളിൽ എനിക്ക് കൃപ നൽകി. ऐसा ही समय यीशु मसीह ने वरदान से भर दी है। ഇപ്പോഴും പൂർണ്ണമായിട്ട് അത് ആയോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. और आज पूछताछ करेंगे, संपूर्ण रीति पर चंगाई हो गया, ऐसा पूछेगा तो हमको जवाब देने के लिए नहीं है। എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയത്തിന്റെയും പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. हमारा जीवन में संभव होता है जो कोई कुछ कारण कामों में मसीह को योजना इतिहास है। ദാവീദ് പറയുന്നു, നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് പുറപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ അനുവാദം വേണം. दावीद ने ऐसी बात कहा है, मेरा मुंह से शब्द बात आकर आएगा तो ये होगा, तू जांच सिवा कुछ नहीं होता है। അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുന്ന സമയം വരെയും നമുക്ക് ജീവനോടെ ഇരിക്കുവാൻ ദൈവം ബലം നൽകും. ऐसा होवे तो हमारा सीमा कहां तक है, वहां तक हमारा यीशु नासरी हमें चलाएगा।
ആമേൻ. അപ്പോ നമ്മുടെ ശരീരത്തിന് ആവശ്യമാകുന്ന ആമേൻ വിശ്രമം കൊടുക്കണം. പക്ഷേ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് നമ്മൾ പ്രാതിനിധ്യം കൊടുക്കണം, പ്രഥമ സ്ഥാനം കൊടുക്കണം. हमारा शरीर को विश्राम देना, कारण मेहनत करने वाले हैं, हम विश्राम देना हमारा उचित काम कार्य है. പ്രീസലോട് ഭാഷ പറയുന്ന പോലെ എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. परमेश्वर के दास की आशा यही है, ऐसे खाली बैठते हैं, कुछ ना कुछ किया करता रहता है. എന്തെങ്കിലുമൊക്കെ ദൈവം ആമേൻ എന്നിൽ കൂടെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. परमेश्वर के दास के द्वारा कुछ ना कुछ काम किया करता रहता है. അതിന്റെ ഫലം ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. इसके फल दिया देता है. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ ദൈവം നൽകിയിരിക്കുന്ന ആ സമയം നമുക്കത് പ്രവർത്തിച്ചേ മതിയാവും. मैं कहने की यही बात है, प्रभु ने समय देता है, कुछ ना कुछ भी किया करता रहो. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ആമേൻ ഇത് ചെയ്യേണ്ട സമയം. यहाँ पर वचन दिया है, नींद से जाग उठने की घड़ी आ पहुंची है. ആമേൻ. അത് നമ്മൾ ഇത് ചെയ്യേണ്ട സമയം അടുത്തിരിക്കുക. क्योंकि जिस समय हमने विश्वास किया था, അപ്പോ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? हमें ऐसा समय बिताने का है, तो हम क्या करना? ഒന്ന് ഉറക്കത്തിൽ നിന്നും ഉണരണം. ये प्रथम बात है. और नींद से जागो. അപ്പോ ഇപ്പോഴും നമ്മൾ ഉറങ്ങുന്ന അവസ്ഥയാണോ അതോ ഉണർന്ന അവസ്ഥയാണോ? हम ये माने, हम आजकल दिनों में हमारा चित्त विचार नींद में रहना, जाग उठना, क्या बात है? ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റിരുന്ന് ഉറങ്ങിയും തൂങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചല്ല പറയുന്നത്. सुबह वक्त जाग उठते हैं और नींद में और जाग में प्रार्थना करते हैं, उसका बारे में नहीं कहते हैं. നമ്മുടെ ആത്മീക ഉണർവിനെ കുറിച്ചാണ് ഇവിടെ ദൈവവചനം നമ്മോട് പറയുന്നത്. हमारा आत्मिक जागृति के बारे में हमार चेतावनी देता है. നമ്മളെല്ലാം ഉണർന്നിരിക്കുന്നവരെന്ന് പറയുമ്പോഴും നമ്മുടെ ആത്മീകത്തിൽ നമ്മൾ ഉറങ്ങുന്നവരാണോ എന്ന് ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. सारे सब वस्तु काम कार्यों में जागे, लेकिन हर चीजों में जाग उठकर करता है नहीं है, इसके बारे में सोच विचार करना अनिवार्य है. കഴിഞ്ഞ നാളുകളിൽ നമ്മിൽ കൂടെ ദൈവം പ്രവർത്തിച്ചതും നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതും ഒന്ന് ഓർത്ത് നോക്കുമ്പോൾ ഈ നാളുകളിൽ നമ്മൾ ഉറങ്ങുകയാണോ എന്ന് പരിശോധിക്കേണ്ടി വരും. बीते समय दिनों में प्रभु के लिए जागा, प्रभु ने हमारे लिए अनुग्रह दी, उसकी जवाब कैसा होता है जांचना जरूरत है. ആമേൻ. തീഷ്ണതയോടുകൂടെ ദൈവത്തിന് വേണ്ടി ഓടിയവർ, അധ്വാനിച്ചവർ ഇന്ന് അതെല്ലാം മറന്ന് ഉറങ്ങുന്ന അവസ്ഥയാണോ എന്നൊന്ന് പരിശോധിക്കേണ്ടി വരും. बहुत जागृति से, तेजी से काम किए हुए लोग आजकल दिनों में क्या है, जागे और नींद में है. अपने आप को जांच लो. ബൈബിൾ പരിശോധിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ കിടന്ന് ഉറങ്ങിയ അനേകരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. बाइबल के इतिहास, कई लोग कई जगहों में नींद में थे, उसके बारे में लिखा गया है. എഫേസ്യർ പറയുന്നു മരിച്ചവരുടെ ഇടയിൽ കിടന്നുറങ്ങുന്ന അവസ്ഥ. विश्व की पत्र में यह दिया है, मृतकों की बीच में और नींद में रहने वाले की अवस्था. അപ്പോ മനുഷ്യൻ മരിച്ചു കിടക്കുന്നവരുടെ ഇടയിലും കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുക ഇന്ന്. मृतकों के बीच में रहकर नींद में है, ऐसी अवस्था. ആത്മീക മരണം സംഭവിച്ചവരുടെ മധ്യ കിടന്നുറങ്ങിയാൽ നമ്മുടെ ആത്മീക ജീവിതവും നഷ്ടപ്പെടും. आत्मिक जागृति छोड़कर अपना मनभावने लालसा में जाने वालों के बीच में रहेगा, तो हमारा हाल भी ऐसा रीति पर चले जाएगा. അതുകൊണ്ട് ദൈവം പറയുന്നത് നീ അവിടെ നിന്നും ഉണർന്ന് എഴുന്നേൽക്കുക, എഴുന്നേറ്റാൽ മാത്രമേ ക്രിസ്തുവിനെ പ്രകാശിക്കുവാൻ കഴിയത്തുള്ളൂ. इसी कारण में बाइबल ये वचन दिया देता है, मृतकों के बीच में से जागे उठे, मसीह की ज्योति तुम बढ़ाने के लिए तुम तैयारी हो जाए. അതെ, ദൈവവചനം നമ്മോട് പറയുന്നത് ഈ മരിച്ചവരുടെ ഇടയിൽ, ആത്മീകം നഷ്ടപ്പെട്ടവരുടെ ഇടയിൽ നീ കിടക്കാതെ എഴുന്നേറ്റ് നീ പ്രകാശിക്കുക.
ऐसी चेतावनी बाइबल देता है, मृतकों के बीच में नहीं और उशारी लोगों का बीच में रहेगा तो तुमको जाग उठ सकता है। അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അങ്ങനെ നീ എഴുന്നേൽക്കുമ്പോൾ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ऐसे होवे तो यीशु मसीह की और दर्शन पा सकते हैं। ആ ക്രിസ്തുവിന്റെ പ്രകാശം നമ്മിൽ കടന്നു വരുമ്പോൾ ഈ മരിച്ചു കിടക്കുന്ന, ആത്മീയത്തിൽ മരിച്ചു കിടക്കുന്നവരുടെ മേലും ആ ശക്തി പ്രയോഗിക്കാൻ കഴിയും. और ऐसा मृतकों के बीच में रहेगा तो भी अपने आप को मसीह के सामर्थ्य पाएगा तो और उन्हीं का बीच में ज्योति दिखा सकता है। അതെ, നമ്മുടെ ജീവിതത്തിൽ ആ പ്രകാശം കടന്നു വരുമ്പോൾ ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് അത് പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് കഴിയും. जो ज्योति हमारे में आते हैं, ज्योति सिवा रहने वालों को हमारे में से ज्योति उन पर भी आते हैं। അത് നമ്മുടെ ജീവിതത്തിൽ പ്രകാശിച്ചില്ല എങ്കിൽ അത് നമുക്ക് ചുറ്റും നിൽക്കുന്നവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയത്തില്ല. हमारे में वो ज्योति नहीं है तो अंधकार में रहने वालों को ज्योति फैला नहीं सकता है। അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നു, ആമേൻ, നീ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് ഉണർന്നെഴുന്നേൽക്കുക. इसी कारण में बाइबल हमको चेतावनी देता है, मृतकों के बीच में से तुम जागे, मसीह की ज्योति फैलाए। ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. रोमियों के पत्र में 13वां अध्याय की 8वां पद में उस समय के विचार से अब हमारा उद्धार निकट है। അതെ, അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്തെ അറിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക. इसी कारण में ये समय को झांझ लेते हुए जाग उठे। നമ്മുടെ ചുറ്റുപാടുകളൊന്ന് നോക്കിയേ, ആമേൻ, അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നമുക്ക് എങ്ങനെ ഉറങ്ങുവാൻ കഴിയും? हम ये सोच समझे हमारे चारों तरफ अंधकार में है, हम विचार करें हम कैसा सो सकते हैं। ആകയാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒന്ന് ഉണർന്നെഴുന്നേൽക്കാം. इसी कारण में मृतकों के बीच में से जाग उठे। അനേകർ പല സ്ഥലങ്ങളിലായി കിടന്നുറങ്ങി. बहुत सारे लोग बहुत स्थानों में नींद में थे। അതിൽ ചിലർ ഉണർന്നു, ചിലർ ഉണരാതെ പോയി. कई लोग जाग उठा, कई लोग जाग उठ नहीं सका। ഇന്ന് പ്രീസലോട് വരും ദിവസങ്ങളെ ദൈവം അനുവദിച്ചാൽ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം. आगे आते दिनों में प्रभु की योजना होवे तो उसमें से हम कल्पना चिंता करें। ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ ആമേൻ നിർത്തുവാൻ ആഗ്രഹിക്കുക. आज सुबह ही वक्त में यहाँ पर मेरा भाषण समाप्त करना चाहता हूँ। ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്കൊന്ന് പരിശോധിക്കാം. आइए आंख बंद करें, हम प्रार्थना करें। നമ്മൾ ഇത്രയും നാളുകളിരുന്നു പ്രാർത്ഥിച്ചു, ദൈവത്തോട് ആമേൻ നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്നു. अभी तक हमारा आवश्यकता जरूरत क्या होता है प्रभु के साथ बात करते ही रहते थे। ഇന്ന് പകൽക്കാലം ഒന്ന് പരിശോധിച്ച് നോക്കിയേ, നാം തുടങ്ങിയ സമയവും ഇപ്പോഴുമുള്ള നമ്മുടെ അവസ്ഥയൊന്ന് പരിശോധിച്ച്. आज हम देखे शुरुआत कैसे थे, आज की समय कैसे है। ഇപ്പോ നമ്മൾ ആമേൻ ആരംഭത്തെക്കാളും അധികം തീഷ്ണതയോടുകൂടെയാണോ അതോ നമ്മുടെ പ്രകാശം കുറഞ്ഞു വന്നോ? आरंभ के समय कैसे थे, आज हमारा स्थिति क्या हो गया है। നമുക്ക് പറയുവാൻ പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. हमको कहने के लिए बहुत कारण है, പക്ഷെ ദൈവം അതല്ല നമ്മോട് ചോദിക്കുന്നത്. प्रभु ने वो बात हमें पूछताछ नहीं करते हैं। നാം ഒരു വഴി കഴിവ് പറയാതെ അല്ലെങ്കിൽ ഒരു കാരണവും പറയാതെ നമുക്കൊന്ന് ഉണർന്നെഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടോ? कोई कारण हम कह नहीं सकते हैं और मसीह की ओर, वचन की ओर आए, जागे। ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. आज एक निर्णय ले, ഇല്ല, ഇനിയും ഞാൻ ഇങ്ങനെ ഇരിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്, എനിക്കിനിയും ഉണരണം, എഴുന്നേൽക്കണം. मैं ऐसे रीति पर नहीं जाए, जाग उठे और आगे बढ़ो। ആ ക്രിസ്തുവിന്റെ പ്രകാശം എന്നിൽ കൂടെ മറ്റുള്ളവരിൽ പകർന്നു കൊടുക്കണം. यीशु मसीह की ज्योति मेरी तरह औरों को दिखाए। അതിലേക്കാണ് ദൈവം എന്നെ വിളിച്ചത്. उसी के लिए मसीह मुझे को बुलाहट दी। അങ്ങനെയെങ്കിൽ അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. अंतिम समय तक विश्वास योग्य रहने के लिए हम प्रार्थना करें। ആമേൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണർന്നും ജാഗരിച്ചും മുന്നേറാം. आज के दिनों में जाग उठे
और सेवकाई में आगे दौड़ते ही रहे। നമുക്ക് പ്രാർത്ഥിക്കാം. प्रार्थना करें। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. स्वर्गीय परमपिता यीशु ईश्वर, ये अच्छे सुबह ही वक्त के लिए हम धन्यवाद देता हूं। ഇന്ന് പകൽക്കാലവും ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കർത്താവ് ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം. सुबह ही वक्त एक बार तूने उपयोग हमें किया है, इसी के लिए धन्यवाद। കർത്താവെ, ഞങ്ങൾ ഈ നാളുകൾ ഉണർന്ന് എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം. हे यीशु मसीह, आजकल दिनों में दुर्घटना के समय जाग उठकर तेरे काम कार्य करने के लिए मुझे सहाय अनुग्रह दे। എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. सभियों को तेरी हाथ में समर्पण कर देता है। ആമേൻ. ഈ നാളുകളിൽ കർത്താവ് ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്തെടുക്കാനുള്ള കൃപ നൽകുമാറാകണം. आजकल दिनों में प्रभु ने हमें दिए हुए वरदान तेरी नाम की महिमा के लिए उपयोग करने के लिए तूने सहाय दे। ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങൾ മൂടി വയ്ക്കാനല്ല, അത് വ്യാപാരം ചെയ്ത് ഇരട്ടി പങ്കായി നേടുവാൻ കൃപ ചെയ്താട്ടെ. हमें दिए हुए वरदान वो ढांप कर रखने के लिए नहीं, और व्यापार करने के लिए शक्ति सामर्थ्य दे। ഇന്ന് പകൽക്കാലം എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. सभी प्यारों को तेरी हाथों में समर्पण कर देते हुए प्रार्थना करते हैं। അടിയങ്ങളെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. तेरी हाथों में समर्पण कर देता है। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना सुना, धन्यवाद। യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह के नाम में है पिता, आमीन।